കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഏറെ ആശങ്കയുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള അന്വേഷണം, ആ അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ തന്നെ കൂട്ടുനിന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ട് സമർപ്പിച്ച മുഴുവൻ ഭാഗങ്ങളും പുറത്തുവിടാതെ വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടതിനപ്പുറത്തുള്ള നിരവധി ഭാഗങ്ങൾ മറച്ചുവെക്കാൻ സർക്കാർ കാണിച്ച താൽപ്പര്യം, ആ താൽപ്പര്യം ആരെ സംരക്ഷിക്കാനായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. സർക്കാർ ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ വിശ്വാസ്യത തന്നെ തകർന്നിരിക്കുകയാണ്. സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ പേര് പറഞ്ഞാണ് ഇത്രയും ദിവസം അതിൽ തുടർ നടപടികൾ ഇല്ലാതിരുന്നതിൻ്റെ കാരണം പറഞ്ഞത്. വാസ്തവത്തിൽ വിവരാവകാശ കമ്മീഷൻ ഇരകളായിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ പുറത്തുവിടരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയത്. ആ നിർദ്ദേശം ഈ അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാക്കി സർക്കാർ മാറ്റി. ഇരകളെ രക്ഷിക്കാൻ എന്നുള്ള പേരിൽ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാർ എടുത്തത്. ആരോടും ഭയമില്ലാതെ, ആരോടും പ്രീതിയില്ലാതെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റും എന്ന് പ്രതിജ്ഞയെടുത്ത സർക്കാരിലെ മന്ത്രിമാർ, ആ മന്ത്രിമാർ വാസ്തവത്തിൽ സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ലൈംഗിക കുറ്റവാളികൾ എന്ന് ഒരു കമ്മീഷൻ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആളുകളെ, ആ ആളുകളെ സംരക്ഷിക്കാനുള്ള നടപടികൾ, അതിനുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെ പോക്സോ കേസിൻ്റെ വകുപ്പുകൾ ചുമത്താവുന്ന കുറ്റങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളെ അടക്കം സംരക്ഷിക്കാൻ സർക്കാർ കാണിക്കുന്ന വ്യഗ്രത, ആ വ്യഗ്രത ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഒളിച്ചുകളി തന്നെ വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ ഇത്രയും ദിവസം ഇതൊരു സജി ചെറിയാൻ്റെയോ അല്ലെങ്കിൽ ഒരു AK ബാലൻ്റെയോ ഒക്കെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് എന്നുള്ള ഒരു ധാരണയാണ് സൃഷ്ടിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാർ കാണിച്ചിരിക്കുന്ന ഒളിച്ചുകളി, ഈ ഒളിച്ചുകളി പിണറായി വിജയൻ സർക്കാരിൻ്റെ തന്നെ വിശ്വാസ്യത തകർത്തിരിക്കുകയാണ്. വാസ്തവത്തിൽ കേരളത്തിൽ സ്ത്രീകൾക്ക് മാനം മര്യാദയായിട്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വം ലഭ്യമല്ലാത്തൊരു സാഹചര്യം, ആ സാഹചര്യം അതിന് കൂട്ടുനിൽക്കുന്നവർക്ക് സംരക്ഷണം നൽകുന്നതിലൂടെ സർക്കാർ തന്നെ അവർക്ക് ഭരണത്തിൽ തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോഴും സാംസ്കാരിക വകുപ്പ് മന്ത്രി ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടുള്ള മണ്ടൻ പ്രസ്താവനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോടതി കേസെടുത്തിരിക്കുകയാണ്, കോടതിയിലിരിക്കുന്ന വിഷയമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിനിയൊന്നും ചെയ്യാനില്ല, ഈ തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സർക്കാരിന് എത്ര കാലം ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയും? 2016 ഈ സർക്കാർ ഭരണത്തിൽ വന്ന സാഹചര്യം, ആ സാഹചര്യം ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോളാർ കേസും അതിനുശേഷമുണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിൽ എങ്ങനെ ഇതുപോലെയുള്ള സംഭവങ്ങളെ അതിനു മുൻപ് ഭരിച്ച UDF സർക്കാർ, ആ സർക്കാരിന്റെ ഭരണത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി.
ഈ സാഹചര്യത്തിലാണ് സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും പ്രാധാന്യം നൽകും എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നത്. പക്ഷെ പിണറായി വിജയന്റെ സർക്കാരിൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനം, ആ സമീപനം എടുക്കുന്ന ഒരു രീതിയാണ് ഈ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ഇപ്പോ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ഇനിയും ഈ മൗനം അവസാനിപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ മുടന്തൻ ന്യായങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് നിയമപരമായിട്ടുള്ള നടപടി, ഇന്നലെ ഒരു മന്ത്രി തന്നെ പറഞ്ഞത് ഞാൻ കേട്ടു, പരാതി ഇല്ലെങ്കിലും കേസെടുക്കാൻ നിലവിലുള്ള നിയമപ്രകാരം അതിന് സർക്കാരിന് സാധിക്കും എന്നും മന്ത്രി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ ഈ സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്തം, ആ കൂട്ടുത്തരവാദിത്തം എന്നുള്ള ഒരു വസ്തുതയുണ്ടെങ്കിൽ ഈ സർക്കാർ പ്രതികൾക്കെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കാൻ ഇനിയും താമസം വരുത്തരുത് എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അല്ല, ഇത്ര നിഷ്കളങ്കരാണോ അവർ എന്നാണ് എൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യം. കാരണം അവര് നടനം എന്നുള്ള തൊഴിൽ, ആ തൊഴിൽ ചെയ്യുന്നവരുടെ സംഘടനയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ അവരുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കമ്മീഷന്റെ മുൻപാകെ ഈ കാര്യങ്ങളൊക്കെ പേരെടുത്ത് പറഞ്ഞ്, കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അവരെ ഈ കുറ്റം ചെയ്തിട്ടുള്ള ആളുകളുടെ പേരുകളടക്കം വ്യക്തമാക്കിക്കൊണ്ട് തെളിവ് നൽകിയ ആളുകൾ പറഞ്ഞു എന്നാണ്. ദേ ഹാവ് ബീൻ നെയിംഡ്. അങ്ങനെയുള്ളൊരു കാര്യം നടന്നതിന് ശേഷം ഈ പറഞ്ഞ അഭിനയ തൊഴിലാളികൾ എന്ന് സ്വയം വിളിക്കുന്ന ആളുകൾ, അവർക്ക് അവരുടെ മേഖലയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അത് മുഖവിലക്കെടുക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം അവർ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. അപ്പൊ അവരും സർക്കാർ നടപടിയെടുക്കണം എന്ന് പറഞ്ഞ സ്ഥിതിയിൽ അവരുടെ സംഘടനയിൽ തന്നെ പെടുന്ന ചില ആളുകൾക്കെതിരായിട്ട് ഈ തരത്തിലുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളല്ല നടപടിയെടുക്കേണ്ടത്, സർക്കാരാണ് നടപടിയെടുക്കേണ്ടത് എന്നവർ പറഞ്ഞ സ്ഥിതിയിൽ ഇനി ആരെ സംരക്ഷിക്കാൻ, ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് സർക്കാർ ഈ ഒളിച്ചുകളി തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സർക്കാരിന്റെ വക്താക്കളാണ് പറയുന്നത്. ഈ റിപ്പോർട്ട് 4 വർഷമായി കിട്ടിയിട്ട് കാലം കഴിഞ്ഞിട്ട് നേരെ പിന്നെ സജിച്ചറിയാൻ വന്നു. പക്ഷേ മന്ത്രി ഇപ്പോഴും റിപ്പോർട്ട് വായിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളൊരു മന്ത്രി ഈ സംസ്ഥാനത്തിന്റെ ഭരണത്തിലിരിക്കാൻ അർഹതയുണ്ടോ എന്ന് ഉള്ള ചോദ്യമാണ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ മനസ്സിൽ വരുന്നത്. കാരണം ഒരു മന്ത്രിക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉദ്യോഗസ്ഥന്മാർ പറയുന്നു ഇത്രമാത്രം പേജുകൾ മന്ത്രി വായിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം വായിക്കുന്ന ഒരു മന്ത്രിയാണെങ്കിൽ ഈ മന്ത്രിയാണോ ഭരിക്കുന്നത്, ഉദ്യോഗസ്ഥന്മാരാണോ ഭരിക്കുന്നത്, അതോ ഉദ്യോഗസ്ഥന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ പൊട്ടൻ കളിക്കുകയാണോ മന്ത്രി എന്നുള്ള ചോദ്യമാണോ വരുന്നത്? ഈ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും സിനിമക്കാരുടെ സമ്മർദ്ദമാണോ ഇങ്ങനെ നടപടിയെടുക്കാതിരിക്കാനുള്ള താമസം? ഇതില് പലതരത്തിലുള്ള സാധ്യതകൾ ഉണ്ടാകാം. ഒന്ന്, ഈ സർക്കാരിനെ സംബന്ധിച്ച് ചില വിവരങ്ങൾ അറിയുന്ന ആളുകൾ, സർക്കാരിലെ മറ്റു പലരെക്കുറിച്ചുള്ള പല വിവരങ്ങളും അറിയുന്ന ആളുകൾ, അവർക്കെതിരായിട്ട് നടപടിയെടുത്തു കഴിഞ്ഞാൽ ആ ആളുകൾ ഈ സർക്കാരിന്റെ നിലനിൽപ്പിനെ അപകടപ്പെടുത്താൻ സാധ്യത. 2, ഈ സർക്കാരിൽ തന്നെ, സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരിൽ തന്നെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവരായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഈ പറഞ്ഞ റിപ്പോർട്ടിൽ പരാമർശങ്ങളുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് നടപടിയെടുത്തു കഴിഞ്ഞാൽ സർക്കാരിന്റെ നിലനിൽപ്പ് അപകടത്തിലാവും. 3, സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാനായി സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ, ആ ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ബാധ്യത. അതിൽ ഇന്നലെ ഒരു നടൻ പറഞ്ഞത്
നടിമാരുടെ വാതിൽ മുട്ടി വിളിച്ച ആളുകളുടെ കൂട്ടത്തിൽ രാഷ്ട്രീയക്കാരുണ്ടെന്നാണ്. ആ രാഷ്ട്രീയക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് പുറത്തു വരുമെന്നുള്ള ഭയമാണോ ഇടതുപക്ഷ സർക്കാരിന് എന്നുള്ള ചോദ്യം കൂടി വരും. ഇനിയിപ്പോ ഇതില് ഈ സ്വമേധ കേസെടുക്കുക എന്ന് പറയുന്നത് എന്തായാലും തൽക്കാലം നടക്കില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഇനിയിപ്പോ എന്തായാലും സ്വാഭാവികമായിട്ട് ഈ സിനിമാ നയം എന്ന് പറയുന്ന ഒരു പരിപാടിയുമായിട്ട് പോകാനാണ് സർക്കാർ എന്തായാലും ശ്രമിക്കേണ്ടത്. പക്ഷേ കോൺക്ലേവ് എന്ന് പറയുന്ന ഒന്നിൽ ഒതുങ്ങി നിൽക്കാനാണ് സർക്കാർ നീങ്ങുന്നതെന്ന് തോന്നുന്നു. അത് കേരളത്തിലെ ജനങ്ങളുടെ ക്ഷമയെയും ബുദ്ധിശക്തിയെയും എക്കാലത്തും പരീക്ഷിക്കാനും എക്കാലത്തും കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാനും കഴിയും എന്നുള്ള മൂഢസ്വർഗത്തിലാണ് ഈ സർക്കാരിന് നേതൃത്വം നൽകുന്നവര് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ എക്കാലത്തും ആ മൂഢസ്വർഗത്തിൽ കഴിയും എന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഞാൻ കണ്ടിട്ടില്ല. അതെന്താണ് BJP-യുടെ നയം പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതിനപ്പുറത്ത് BJP-യുടെ ഒരാൾ പറയുന്നതിനും പ്രസക്തിയില്ല. സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ല, അതൊക്കെ അദ്ദേഹം അത് ചില മാധ്യമങ്ങളിൽ പറഞ്ഞ ഹാസ്യരൂപേണ പറഞ്ഞു എന്നാണ്. അത് ആ അർത്ഥത്തിലല്ലേ കണ്ട കാര്യമുണ്ട്. അല്ല, ഈ ശുപാർശകൾ നടപ്പിലാക്കാൻ ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കുന്ന കാര്യം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അതിലുണ്ട്. പക്ഷേ അതേസമയത്ത് ആ റിപ്പോർട്ടിൽ വ്യക്തിപരമായിട്ടുള്ള പലരും നേരിട്ടിട്ടുള്ള അതിക്രമങ്ങളെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങളുണ്ട്. ആ അതിക്രമങ്ങളെക്കുറിച്ച് ഒരു കുറ്റകരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം നടന്നതായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതും കുറ്റമാണ്. അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കേസെടുക്കാൻ ആരും വെള്ളക്കടലാസിൽ പരാതി എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഈ നാട്ടിലെ നിയമം അനുശാസിക്കുന്നതാണ്. അത് MV ഗോവിന്ദൻ അതും കൂടി വായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കോഗ്നിസബിൾ ഒഫൻസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ആരും പരാതി എഴുതിയിട്ട് വരേണ്ട ആവശ്യമില്ല. പോക്സോ കേസിനെ കുറിച്ച് എവിടെയെങ്കിലും വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയും എന്ന് ഹൈക്കോടതിയിൽ ഗവൺമെന്റ് തന്നെ സമ്മതിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ശുപാർശ നൽകാൻ വേണ്ടി മാത്രമാണ് ഈ കമ്മീഷന്റെ റിപ്പോർട്ട് എന്നുള്ള തലത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സർക്കാരിന് ഈ വിഷയത്തിൽ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുക.